നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിൽ നിന്ന് 15 ലക്ഷത്തോളം രൂപ കവർന്ന സംഭവം. INTUC യൂണിയൻ തൊഴിലാളിയായ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളറക്കാട് കൈക്കുളങ്ങര വീട്ടിൽ 42 വയസ്സുള്ള നൂറുദ്ദീനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ എന്നതുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ശക്തമായ കാറ്റിൽ വ്യാപക നാശം. ഗുരുവായൂരിൽ കാറ്റിൽ തെങ്ങ് വീണ് ഗേറ്റ് തകർന്നു. എരുവപ്പെട്ടി പഴവൂർ റോഡിൽ തെങ്ങ് വീണ ഗതാഗതം മണിക്കൂറോളം തടസ്സപ്പെട്ടു. കടങ്ങോട് പള്ളിമേപ്പുറം സക്കീർ ഹുസൈൻ റോഡിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. ഗുരുവായൂരിലെ നവജീവനം സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം മാതൃകാപരവും ആതുര സേവന രംഗത്തിന് വഴികാട്ടിയുമെന്ന് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ. നവജീവനം ഡയാലിസിസ് കേന്ദ്രത്തിന്റെ 1ാം വാർഷികാഘോഷം കളക്ടർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിൽ നിന്നും 15 ലക്ഷത്തോളം രൂപ കവർന്ന സംഭവത്തിൽ INTUC യൂണിയൻ തൊഴിലാളിയായ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളറക്കാട് കൈക്കുളങ്ങര വീട്ടിൽ 42 വയസ്സുള്ള നൂറുദ്ദീനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ എന്നതിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 31 പുലർച്ചെ 1 മണിയോടെയാണ് മോഷണം നടന്നത്. അടുത്ത ദിവസം യൂണിയൻ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ഞായറാഴ്ച മാർക്കറ്റ് അവധിയായതിനാൽ മാർക്കറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ തക്കം നോക്കിയാണ് പ്രതി മോഷണം നടത്തിയത്. യൂണിയൻ ഓഫീസിനുള്ളിൽ സ്ഥാപിച്ച ക്യാമറ കവറും തുണിയും ഉപയോഗിച്ച് മറച്ച മോഷ്ടാവ് സ്ഥാപനത്തിന് മുൻപിലെ CCTV ക്യാമറ തകർത്തിരുന്നു. ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് അകത്ത് കയറിയിട്ടുള്ളത്. തുടർന്ന് സംയുക്ത യൂണിയൻ ഓഫീസിൽ 4 അലമാരകളിലായി സൂക്ഷിച്ച വിവിധ യൂണിയനുകളുടെ പണം അലമാരയുടെ പിൻവശം കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്താണ് കവർച്ച നടത്തിയത്. കവർച്ചയ്ക്ക് ശേഷം പ്രതി ജോലിക്കായി മത്സ്യ മാർക്കറ്റിൽ എത്തിയിരുന്നതായി പറയുന്നു. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. കുന്നംകുളം മത്സ്യമാർക്കറ്റിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സബ് ഇൻസ്പെക്ടർ മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർ അനീഷ്, ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകന്റെ സ്ക്വാഡ് അംഗങ്ങളായ രാകേഷ് സുദേവ്, ആശിഷ്, ശരത്, സുജിത് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. CCTV ന്യൂസ് കുന്നംകുളം. ഗുരുവായൂരിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് ഗേറ്റ് തകർന്നു. തെക്കേ നടയിൽ മണ്ണുങ്ങൽ രാധാകൃഷ്ണന്റെ വീട്ടുവളപ്പിലെ തെങ്ങാണ് ഇന്ന് രാവിലെ 7 മണിയോടെ മുറിഞ്ഞു വീണത്. അയൽവാസി കണ്ടുരുത്തി ഭാസ്കരന്റെ വീടിന്റെ ഗേറ്റാണ് തകർന്നത്. എരുവപ്പെട്ടി പഴവൂർ റോഡിൽ തെങ്ങ് വീണ് ഗതാഗതം മണിക്കൂറോളം തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് തെങ്ങ് റോഡിലേക്ക് മറിഞ്ഞു വീണത്. വൈദ്യുതി കമ്പികളുടെ മുകളിലേക്ക് വീണതിനെ തുടർന്ന് വൈദ്യുതി കാലം റോഡിലേക്ക് പൊട്ടി വീണു. നാട്ടുകാർ തെങ്ങ് മുറിച്ചു മാറ്റി. KSEB ജീവനക്കാരെത്തി പോസ്റ്റ് നീക്കം ചെയ്തതിനെ തുടർന്നാണ് വാഹന ഗതാഗതം സാധ്യമായത്. കടങ്ങോട് പള്ളിമേപ്പുറം സക്കീർ ഹുസൈൻ റോഡിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. ഇന്ന് രാവിലെ 6 മണിക്കുണ്ടായ കാറ്റിലാണ് ഒരു തെങ്ങും ഒരു കവുങ്ങും വൈദ്യുതി ലൈൻ കമ്പിയിലേക്ക് പൊട്ടി വീണത്. ഇതിനെ തുടർന്ന് 5 ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ തകർന്നു വീണു. മേഖലയിൽ വൈദ്യുതി വിതരണം മണിക്കൂറോളം തടസ്സപ്പെട്ടു. CCTV നെറ്റ്വർക്ക് കേബിളുകളും പൊട്ടി വീണു. പഞ്ചായത്ത് മെമ്പർമാരായ ബിസ്മി ഗഫൂർ, അഭിലാഷ് കടങ്ങോട്, നാട്ടുകാരായ അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റി വഴിയിലെ തടസ്സം നീക്കി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസിനെ ഒരു സംഘം ഭീഷണിപ്പെടുത്തിയതായി പരാതി. ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ച രാവിലെ 10:30 ബ്ലോക്ക് പഞ്ചായത്ത് വാഹനത്തിലെത്തിയപ്പോൾ ചൊവ്വന്നൂർ സ്വദേശിയായ വിശാൽ, മിഥുൻ, കാട്ടകമ്പാൽ സ്വദേശി ജെബിൻ, കടങ്ങോട് ആറ്റൂർ സ്വദേശി സുഭാഷ്, വെള്ളർക്കാട് സ്വദേശി ധനീഷ് തുടങ്ങി കണ്ടാൽ അറിയാവുന്ന 10 പേർ തടഞ്ഞു നിർത്തിയതായി ആൻസി വില്യംസ് പറഞ്ഞു. തന്നെയും ഡ്രൈവറെയും തടഞ്ഞു നിർത്തി അപമര്യാദയായി സംഘം പെരുമാറിയതായും പ്രസിഡന്റ് വ്യക്തമാക്കി. എന്തിനാണ് പ്രസിഡന്റിനോട് മോശമായി പെരുമാറുന്നത് എന്ന് ഡ്രൈവർ ചോദിച്ചപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്നവർ ഡ്രൈവറെ പിടിച്ചു തള്ളുകയും കാല് തല്ലിയൊടിക്കുമെന്നും മറ്റും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് പറഞ്ഞു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഗ്രാമസഭ നടക്കുന്ന ദിവസമാണ്. ഞാൻ
ബ്ലോക്ക് ഓഫീസിലേക്ക് എത്തുന്ന സമയത്ത് എൻ്റെ ബ്ലോക്ക് ഓഫീസിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് പരിചിതമല്ലാത്ത ഒരു വീഡിയോ എടുക്കുന്ന ഒരു വ്യക്തിയെ കാണുകയുണ്ടായി. അദ്ദേഹത്തോട് ഞാൻ സ്വാഭാവികമായിട്ടും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ എടുക്കുന്നതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം ഓതറൈസേഷനുള്ള മീഡിയക്കാരനാണെന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇത്തരം വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ അറിയണ്ടേ എന്നുള്ള മാന്യമായിട്ടുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതൊന്നും നിങ്ങൾ അറിയേണ്ടതില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം തിരിച്ച് മറുപടി പറയുകയും വാർത്ത വരുമ്പോൾ അറിഞ്ഞാൽ മതി, ഇത് പൊതു നിർധന രോഗികൾക്ക് ആശ്വാസവും കരുതലുമായി ഗുരുവായൂർ ദേവസ്വം ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരളയുടെ സഹകരണത്തിൽ തുടങ്ങിയ നവജീവനം സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം മാതൃകാപരവും ആതുര സേവന രംഗത്തിന് വഴികാട്ടിയുമാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ പറഞ്ഞു. നവജീവനം ഡയാലിസിസ് കേന്ദ്രത്തിന്റെ 1ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. പല മേഖലകളിലും കേരളം ലോകത്തിന് വഴികാട്ടുന്നു. കൂടുതൽ വരുമാനവും സമ്പത്തുമുള്ള ക്ഷേത്രങ്ങൾ ആന്ധ്രയിലുണ്ട്. പക്ഷേ നിർധനരായ രോഗികൾക്ക് സഹായവുമായി സൗജന്യ ഡയാലിസിസ് കേന്ദ്രം ആദ്യം തുടങ്ങിയത് ഗുരുവായൂർ ദേവസ്വമാണ്. സത്യസായി സേവാസമിതിയുടെ സഹകരണത്തോടെ പിന്നീട് കാടാമ്പുഴ ദേവസ്വവും ഡയാലിസിസ് കേന്ദ്രം തുടങ്ങി. ഇത് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഡയാലിസിസ് കേന്ദ്രം മികച്ച നിലവാരത്തിലുള്ളതാണ്. സ്റ്റാർ ആശുപത്രി നിലവാരത്തിൽ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്ന ദേവസ്വത്തെ കളക്ടർ അഭിനന്ദിച്ചു. ബ്രഹ്മകുളത്തെ നവജീവനം ഡയാലിസിസ് കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരള എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദ്കുമാർ, ഡയാലിസിസ് സെന്റർ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജിജോ C സണ്ണി, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, വാർഡ് കൌൺസിലർ ശിൽഫ ജോഷി, ഡോക്ടർ PB വത്സലൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. ചാവക്കാട് ബീച്ച് റോഡിൽ പെട്രോൾ പമ്പിന് സമീപം സിവിൽ സ്റ്റേഷനിടയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ അഗ്നിബാധ. നാട്ടുകാരുടെയും അഗ്നിരക്ഷാ സേനയുടെയും സംയോജിതമായ ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. ഉച്ചയ്ക്ക് 2:30 സംഭവം. പെട്രോൾ പമ്പിനോട് ചേർന്ന പറമ്പിലെ പുല്ലിന് തീപിടിക്കുകയായിരുന്നു. ഇതോടെ റോഡിൽ വലിയ പുക ഉയർന്നു. പരസ്പരം കാണാൻ കഴിയാത്ത സ്ഥിതിയായി. തുടർന്ന് നാട്ടുകാർ അഗ്നിശമന സേനയെ വിവരം അറിയിക്കുകയായിരുന്നു. ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരുടെ സഹായത്തോടെയാണ് തീയണച്ചത്. ഉണങ്ങിക്കിടന്നിരുന്ന പറമ്പിലേക്ക് സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞതാകാം തീപിടുത്തത്തിന് കാരണമെന്ന് ആണ് നിഗമനം. വേലൂർ പഞ്ചായത്ത് 8ാം വാർഡ് കുണ്ടിലങ്ങാടി കോളനി സമഗ്ര വികസനം നടപ്പിലാക്കാനായി AC മൊയ്തീൻ MLAയുടെ അധ്യക്ഷതയിൽ പ്രാഥമിക യോഗം ചേർന്നു. പദ്ധതി നിർവഹണത്തിന്റെ ആദ്യഘട്ടമെന്നോണം MLA ചെയർമാനായും പട്ടികജാതി വികസന ഓഫീസർ കൺവീനറുമായ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. AC മൊയ്തീൻ MLAയുടെ ശ്രമഫലമായാണ് പട്ടികജാതി വികസന വകുപ്പിന്റെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരം 1 കോടി രൂപ കുണ്ടിലങ്ങാടി കോളനി സമഗ്ര വികസനം പദ്ധതിക്ക് ലഭ്യമായത്. കോളനിയുടെ നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഭൂസംരക്ഷണം, പാടശേഖരത്തിലേക്ക് റാമ്പ്, സാംസ്കാരിക കേന്ദ്രം, വ്യക്തിഗതമായി ഭവന നവീകരണം, കുണ്ടിലങ്ങാടി കുടിവെള്ള പദ്ധതി നവീകരണം എന്നിങ്ങനെ പ്രവൃത്തികൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 46 കുടുംബങ്ങളാണ് കോളനിയിൽ താമസിക്കുന്നത്. സാംസ്കാരിക കേന്ദ്രം പ്രാവർത്തികമാക്കുക എന്നത് കോളനി നിവാസികളുടെ ദീർഘനാളായുള്ള ആവശ്യമാണ്. കോളനിയിലെ യുവതീ യുവാക്കൾക്ക് PSC പരിശീലനം, നൃത്തം, പാട്ട് എന്നീ കലാപരിശീലനം നൽകുന്നതിനും സാംസ്കാരിക നിലയം ഉപയോഗപ്രദമാകും. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിലൂടെ കോളനികളുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത്. അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തി കോളനിവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഇതുവഴി സാധിക്കും. കോളനി പരിസരത്ത് നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, പട്ടികജാതി ഓഫീസർ MN ബിന്ദു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിലീപ് കുമാർ, ബ്ലോക്ക് മെമ്പർ സപ്ന റഷീദ്, മെമ്പർമാർ, ഉദ്യോഗസ്ഥർ, കോളനി നിവാസികൾ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, വേലൂർ. എരുവപ്പെട്ടി കുണ്ടന്നൂരിൽ ട്രാവലർ സ്കൂട്ടറിലിടിച്ച് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കുണ്ടന്നൂർ പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. കുണ്ടന്നൂർ പുത്തൂർ ബിജുവിന്റെ ഭാര്യ അജിഷയും മകളായ 7 വയസ്സുകാരി മെലിനയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ പാലക്കാട് നിന്ന് ശബരിമലയിലേക്ക് പോകുകയായിരുന്ന ട്രാവലർ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ മെലനയെ ആദ്യം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 56ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങ് TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. പ്രധാന അധ്യാപകൻ ആൻഡോസി കാക്കശ്ശേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറും സ്കൂളിന്റെ എക്സ് ഒഫീഷ്യോ മാനേജറുമായ സോണി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് ജോസഫ് K ഫ്രാൻസിസ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു.
ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിരമിക്കുന്ന അധ്യാപകരായ CM ഷീന, KF അനിത എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് അംഗം TO ജോയ്, പ്രിൻസിപ്പൽ സന്തോഷ് T ഇമ്മട്ടി, സ്റ്റാഫ് സെക്രട്ടറി TK റീജ, സ്കൂൾ ചെയർപേഴ്സൺ MR അനീന, ജനറൽ കൺവീനർ K സെബി തോമസ് എന്നിവർ സംസാരിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. CCTV ന്യൂസ്, കേച്ചേരി. അഞ്ഞൂർ ശ്രീ പാർക്കാടി പൂരത്തിന്റെ ഭാഗമായുള്ള സുവനീർ പ്രകാശനം ക്ഷേത്രമൂരാളൻ തോട്ടപ്പായമന ശങ്കരൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. ജനുവരി 21 ഞായറാഴ്ചയാണ് പ്രസിദ്ധമായ പാർക്കാടി പൂരാഘോഷം. ചടങ്ങിൽ തോട്ടപ്പായമന സജീഷ് നമ്പൂതിരി, ധനീഷ്, സജിത്ത്, ലാൽ, അദിൻ, ബിനീഷ്, ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും വിവിധ പൂര കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. ജനുവരി 16 മകരചൊവ്വ ദിനത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 9 മണിക്ക് ക്ഷേത്ര മേൽശാന്തി തോട്ടപ്പായമന ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പൂരം കൊടിയേറും. 10 മുതൽ കലംകരിക്കൽ ചടങ്ങ് നടക്കും. വൈകിട്ട് ഊരാളന്മാരുടെ വക നിറമാല, ചുറ്റുവിളക്ക് എന്നിവ ഉണ്ടാകും. ജനുവരി 21 ഞായറാഴ്ച പൂരദിവസം രാവിലെ വിശേഷാൽ പൂജകൾ, നടക്കൽ പറ, ഉച്ചയ്ക്ക് പൊങ്കാല, 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. 45-ൽ പരം ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. പെലക്കാട്ട് പയ്യൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കുരിശുപള്ളി പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരം, നേർച്ച, ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കൊടിയും സ്ലീബായും ആശീർവാദം, നേർച്ച വിതരണം എന്നിവ ഉണ്ടാകും. വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, കൈസ്ഥാനി ബാബു ഉട്ടൂപ്പ്, പ്രാദേശിക മെമ്പർ KP ബാബു, പെരുന്നാൾ കൺവീനർ CC വർഗീസ് എന്നിവർ നേതൃത്വം നൽകും. വാർത്തകളിലേക്ക്. കണ്ണന് മുന്നിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 27 വിദേശികൾ തുലാഭാരം നടത്തി. മണിക്കിണറിലെ തീർത്ഥം കൊണ്ട് ക്ഷേത്രത്തിന് പുറത്തായിരുന്നു തുലാഭാരം. ബ്രസീൽ, ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ 7 വർഷമായി ഓൺലൈനിലൂടെ കേട്ടറിഞ്ഞ ഗുരുവായൂർ വിശേഷങ്ങളും കൃഷ്ണകഥകളുമാണ് ഇവരെ കൃഷ്ണസന്നിധിയിൽ എത്തിച്ചത്. ശരീര ബോധസമർപ്പണമെന്ന സങ്കല്പത്തിലാണ് തീർത്ഥജലം തുലാഭാരത്തിനായി തെരഞ്ഞെടുത്തത്. തുടർന്ന് ഗുരുവായൂർ സായി മന്ദിരത്തിൽ നടന്ന മഹാഭിഷേകത്തിലും അമാവാസ്യ ഹവനത്തിലും പങ്കെടുത്തു. സനാതനധർമ്മം പിന്തുടരുന്ന ഇവർ സായി സഞ്ജീവനി ട്രസ്റ്റിന്റെ അതിഥികളായിട്ടാണ് ഗുരുവായൂരിലെത്തിയത്. ട്രസ്റ്റ് ചെയർമാൻ സ്വാമി ഹരിനാരായണൻ ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു നൽകി. മറ്റും സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ അൽഫോൻസാമയുടെയും സംയുക്ത തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. 13-ാം തീയതി ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു വയ്ക്കും. കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് ഭാരവാഹികൾ ഏറ്റുവാങ്ങിയ ശേഷം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. 14-ാം തീയതി ഞായറാഴ്ച രാവിലെ 6-നും 7:30-നും ഉച്ചതിരിഞ്ഞ് 5:30-നും ദിവ്യബലിയും രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും. രാത്രി 11-ന് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. വികാരി ഫാദർ ഷാജു ഊക്കൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റ്ലപ്പള്ളി, ട്രസ്റ്റിമാരായ KL ജോൺസൺ, PA വർഗീസ്, KF സൈമൺ, KR ജിൻസൺ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഗുരുവായൂർ സന്ദർശനത്തിന്റെ നവതി കേരള മഹാത്മജി സാംസ്കാരിക വേദിയും ഗാന്ധിയന്മാരും സർവോദയ പ്രവർത്തകരും ചേർന്ന് ആഘോഷിച്ചു. നഗരസഭ വായനശാല വളപ്പിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പഹാരവും പുഷ്പാർച്ചനയും സമർപ്പിച്ചാണ് ചടങ്ങ് ആരംഭിച്ചത്. സർവോദയ ട്രസ്റ്റ് ചെയർമാൻ M പീതാംബരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മജി സാംസ്കാരിക വേദി പ്രസിഡന്റ് സജീവൻ നമ്പ്യത്ത് അധ്യക്ഷനായി. സർവോദയ നേതാവ് PS സുകുമാരൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ആചാര്യ CP നായർ, ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കവി ശ്രീനിവാസൻ കോവത്ത്, PI ലാസർ, പുതുശ്ശേരി രവീന്ദ്രൻ, നെല്ലിക്കൽ അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രഘുപതി രാഘവ രാജാറാം എന്ന രാംദുൽ ആലാപനവും ഉണ്ടായിരുന്നു. 1934 ജനുവരി 11-നാണ് ഗാന്ധിജി ഗുരുവായൂരിലെത്തിയത്. കടങ്ങോട് പഞ്ചായത്തിൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പൊതുകിണറുകൾ ശുചീകരിച്ചു, നാടിന് സമർപ്പിച്ചു. 11 പൊതുകിണറുകളാണ് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11 ലക്ഷം രൂപ വിനിയോഗിച്ച് ശുചീകരിച്ചത്. മരത്തംകോട് അയ്യപ്പൻകാവ്, പുതിയ മാത്തൂർ വായനശാല, ഇയാൽ അമ്പലം, ഇയാൽ ലക്ഷംവീട്, ഇയാൽ ചുങ്കം, ഉപ്പുപാറ ജംഗ്ഷൻ, ഇയാൽ വായനശാല, വെള്ളറക്കാട് പള്ളി എന്നിവിടങ്ങളിലെ കിണറുകളാണ് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ശുചീകരിച്ചത്. നവീകരിച്ച 11 കിണറുകളും ഗ്രില്ലിട്ട് സംരക്ഷണവും ഉറപ്പാക്കിയിട്ടുണ്ട്.
പക്ഷികൾ കൂട്ടം കൂട്ടമായി താമസിക്കുന്ന വൃക്ഷങ്ങൾക്ക് ചുവട്ടിലെ പൊതുകിണറുകളും പദ്ധതിയുടെ ഭാഗമായി ശുചീകരിച്ച ഗ്രില്ലിട്ട് ഉയരത്തിൽ ഷീറ്റ് വിരിച്ച് സംരക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പൊതുകിണർ പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TP ലോറൻസ്, ഗ്രാമപഞ്ചായത്ത് അംഗം KR സിമി എന്നിവർ പങ്കെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ് സ്വാഗതവും വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, വേലൂർ. ഇരുവപ്പെട്ടി കുണ്ടന്നൂർ പരിശുദ്ധ കർമ്മലമാത ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ അമ്പ് തിരുനാൾ കൊടിയേറി. തൃശൂർ അതിരൂപതയിലെ നവവൈദികരുടെ കാർമ്മികത്വത്തിലാണ് തിരുനാൾ കൊടിയേറ്റം നടന്നത്. ലതീഞ്ഞ നോവേന, വിശുദ്ധ കുർബാന, പ്രസുതേന്തി വാഴ്ച, കാഴ്ച സമർപ്പണം എന്നിവയും നടന്നു. ജനുവരി 19 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിലാണ് അമ്പ് തിരുനാൾ ആഘോഷിക്കുക. വികാരി ഫാദർ സെബി കവലക്കാട്ട്, കൈക്കാരന്മാരായ ഷാജു കുറ്റിക്കാട്ടിൽ, റാഫി മേക്കാട്ടുകുളം, ജോൺ ചാലിശ്ശേരി, തിരുനാൾ കൺവീനർ റിജി ചെറുവത്തൂർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മഹാത്മാഗാന്ധി കുന്നംകുളത്ത് സന്ദർശനം നടത്തിയതിന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു. വർഗീയ ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ മാനിഷാദ് എന്ന സന്ദേശമായിട്ടാണ് ഗാന്ധി സ്മൃതി നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ KPCC അംഗം ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജി ജനങ്ങളോട് സംസാരിച്ച കുന്നംകുളം നഗരസഭാ കാര്യാലയത്തിന് സമീപമുള്ള ഗുരുവായൂർ റോഡിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന പൊതുയോഗം ഗാന്ധിയനും മുൻ MLAയുമായ KA ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പ്രിനി P വർക്കിയുടെ വീട്ടിൽ സൂക്ഷിച്ച ഗാന്ധിജി ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഉപയോഗിച്ച മേശയും ചടങ്ങിൽ പ്രദർശിപ്പിച്ചിരുന്നു. സർവ്വമത പ്രാർത്ഥനയും ഉണ്ടായി. ചടങ്ങിൽ DCC സെക്രട്ടറിമാരായ CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനയകുമാർ, ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വാസു കോട്ടോൽ, സാംസൺ പുലിക്കോട്ടിൽ, KV ഗീവർ, ജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. കടവല്ലൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലെ സാമൂഹ്യ വിരുദ്ധർക്ക് ഇനി രക്ഷപ്പെടാനാകില്ല. മേഖലയിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ച് നാട്ടുകാർ. മേഖലയിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ ക്യാമറകൾ ഒരുക്കിയത്. കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ മനുഷ്യവിസർജ്യം ഉൾപ്പെടെ കണ്ടതിനാൽ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും പരിഹാരമാകാത്ത സാഹചര്യത്തിലാണ് അതിവേഗത്തിൽ ക്യാമറ നിരീക്ഷണം സജ്ജമാക്കിയത്. ക്യാമറയുടെ സ്വിച്ച് ഓൺ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. M രഘുനാഥൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കുട്ടി വൈദ്യർ, ബ്ലോക്ക് അംഗം ശാരിക, സൗത്ത് ലോക്കൽ സെക്രട്ടറി KE സുധീർ, വാർഡ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CM മരക്കാർ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന്റെ മുന്നോടിയായി പുന്നൂർക്കുളം പഞ്ചായത്തിൽ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളുടെ യോഗം ചേർന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KR സാംബശിവൻ, കൗൺസിൽ അംഗം ശിവദാസ് മാസ്റ്റർ തുടങ്ങിയവർ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാറിന്റെ അധ്യക്ഷതയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പ്രേമ സിദ്ധാർത്ഥൻ, ബിന്ദു, ആലത്തേൽ മൂസ, സെക്രട്ടറി ഇൻചാർജ് രശ്മി, വാർഡ് മെമ്പർമാരായ PS അലി, ഇന്ദിര പ്രഭുലൻ, ഷംസു, അജിത, മറ്റ് പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ബദ് ക്ലേവിന് ജനുവരി 15 തുടക്കമാകുമെന്ന് സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ, പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് എന്നിവർ അറിയിച്ചു. ബദനി കോൺക്ലേവ് സംഘടിപ്പിക്കുകയാണ്, അഥവാ ബദ് ക്ലേവ് എന്ന് അതിന് നമുക്ക് പേര് വിളിക്കാം. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ചേരുന്നതാണല്ലോ വിദ്യാഭ്യാസ മേഖല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ മൊത്തത്തിൽ വരാൻ പോകുന്നതാകുന്ന എല്ലാ മാറ്റങ്ങളെക്കുറിച്ചിട്ടും ഈ 3 ഘടകങ്ങളിലുള്ള വ്യക്തികൾക്കും മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഈ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിച്ചത്. 15 മുതൽ 19 വരെ നീണ്ടു നിൽക്കുന്ന കോൺക്ലേവിൽ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന സെമിനാർ, മത്സരങ്ങൾ, കലാസാംസ്കാരിക പരിപാടികൾ, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഡിജിറ്റൽ ഫെസ്റ്റ്, വെബിനാർ, എക്സിബിഷൻ, വിദ്യാഭ്യാസ എക്സ്പോ എന്നിവ നടക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുതിയ വിദ്യാഭ്യാസ പഠനരീതികൾ പരിചയപ്പെടുത്തുകയാണ് ബദ് ക്ലേവിന്റെ പ്രധാന ലക്ഷ്യം. ഓൾ കേരള ബാസ്കറ്റ്ബോൾ, കരാട്ടെ, ക്വിസ്, IT, പെയിന്റിംഗ് മത്സരങ്ങളും 60 കഴിഞ്ഞ ബാസ്കറ്റ്ബോൾ താരങ്ങളെ ആദരിക്കൽ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MB നാരായണൻ, കർഷകശ്രീ അവാർഡ് ജേതാവ് P ഭുവനേശ്വരി, സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കളായ അരുൺ എഴുത്തച്ഛൻ, ഡോക്ടർ ഹരികൃഷ്ണൻ, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ IAS, പ്രമുഖ മാധ്യമപ്രവർത്തകരായ NP സുരേന്ദ്രൻ, പ്രമോദ് രാമൻ, സിനി ആർട്ടിസ്റ്റും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ, AC മൊയ്തീൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കുന്നംകുളം ACP CR സന്തോഷ് എന്നിവരടക്കം വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. വിദ്യാർത്ഥികൾക്കായിട്ട് തയ്യാറാക്കിയിരിക്കും. അതുപോലെ തന്നെ ജനുവരി
17-18 തീയതികളിൽ ബഥനി സെൻറ്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു എഡ്യൂക്കേഷണൽ എക്സ്പോയും ക്രമീകരിച്ചിട്ടുണ്ട്. ആ എക്സ്പോയിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ തുടങ്ങി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ കടന്നു വരികയും അവരുടെ വിവിധ പ്രോജക്റ്റുകളും കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാകുന്ന തരത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സമീപ പ്രദേശങ്ങളും തൃശ്ശൂർ ജില്ലയിൽ തന്നെയുമുള്ള CCTV ന്യൂസ് കുന്നംകുളം. കർഷക കോൺഗ്രസ് തൃശൂർ ജില്ലാ നേതൃത്വ ക്യാമ്പ് ഈ മാസം 14-15 തീയതികളിൽ ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 14 വൈകിട്ട് പതാക ഉയർത്തലാണ്. 15 രാവിലെ 10 രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യും. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനാകും. പ്രതിനിധി സമ്മേളനം കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KC വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ സരിൻ, ഡോക്ടർ ഷാജി ജെയിംസ് എന്നിവർ ക്ലാസ് നയിക്കും. 15 വൈകിട്ട് 4 സമാപന സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. 250 പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുക്കും. ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, MF ജോയ്, KN ഗോവിന്ദൻകുട്ടി, സ്റ്റീഫൻ ജോസ്, ML ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MSc ഇലക്ട്രോണിക്സ് പരീക്ഷയിൽ 1ാം റാങ്ക് സ്വന്തമാക്കിയ വിദ്യാർത്ഥി ദിവ്യ വിജയനെ എരുവപ്പെട്ടി പഞ്ചായത്ത് 7ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു. കോൺഗ്രസ് കടവലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി PS സുനീഷ് മൊമന്റോ സമ്മാനിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് KM ഉമ്മർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി TN നമ്പീശൻ, ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് IM പ്രകാശൻ, കോൺഗ്രസ് സഹപ്രവർത്തകരായ മാനുക്ക, നാസർ, ജേക്കബ്, രാധാകൃഷ്ണൻ, സുപ്രിയ, ഷാജിദ, അമീർ തുടങ്ങിയവർ പങ്കെടുത്തു. വിജ്ഞാനത്തിന്റെ പുതുവാതായനങ്ങൾ തുറന്ന സൈപൈ സയൻസ് മാത്സ് പ്രൊജക്ട് എക്സിബിഷൻ അയ്യന്തോൾ അമൃത വിദ്യാലയത്തിന് 1ാം സ്ഥാനം ലഭിച്ചു. ആശയങ്ങൾ വിസ്മയങ്ങളായപ്പോൾ നവകണ്ടെത്തലുകൾ വിജ്ഞാനവും ആകാംക്ഷയും പകരുന്നതായി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സൈപൈ സയൻസ് മാത്സ് പ്രൊജക്ട് എക്സിബിഷൻ സാങ്കേതികവിദ്യയുമായി സമന്വയിപ്പിച്ച നിരവധി ക്രിയാത്മക ആശയങ്ങൾ അവതരിപ്പിച്ച് അയ്യന്തോളിലെ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധേയമായി. സയൻസ് സ്റ്റിൽ വർക്കിംഗ് മോഡൽ, മാത്സ് വർക്കിംഗ് മോഡൽ എന്നീ ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടിയതിനോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത പരമാവധി വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തത്തിനുള്ള മികച്ച ട്രോഫിയും അമൃത കരസ്ഥമാക്കി. നിർമ്മൽ ജ്യോതി സെൻട്രൽ സ്കൂൾ മുണ്ടൂർ 2ാം സ്ഥാനം നേടി. ശാസ്ത്രീയവും സാമൂഹികവും സാമ്പത്തികവും ക്രിയാത്മകവുമായ ചിന്തകളിലൂടെ സ്റ്റിൽ വർക്കിംഗ് മോഡൽ വിഭാഗങ്ങളിൽ സയൻസ്, മാത്സ്, ക്രാഫ്റ്റ് മേഖലയിൽ ഉൾപ്പെടുത്തിയ പ്രൊജക്ട് എക്സിബിഷന്റെ ഫൈനലിൽ അർഹത നേടിയ 150-ലധികം പ്രോജക്റ്റുമായി 350-ലധികം വിദ്യാർത്ഥികൾ മത്സരിച്ചു. ആരോഗ്യം, കൃഷി, കമ്പ്യൂട്ടേഷണൽ തിങ്കിംഗ്, പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ജീവിതശൈലി, ആശയവിനിമയം, ഗതാഗതം, വേസ്റ്റ് മാനേജ്മെന്റ്, അഗ്രികൾച്ചർ, ഓർഗാനിക് ഫാമിംഗ്, ഗവേഷണാധിഷ്ഠിത പ്രോജക്റ്റുകൾ, മാത്തമെറ്റിക്കൽ മോഡലിംഗ് തുടങ്ങി നിരവധി വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നൂതന പ്രോജക്റ്റുകളിലൂടെ വിദ്യാർത്ഥികൾ അവരുടെ ശാസ്ത്രീയ ഉൾക്കാഴ്ച അവതരിപ്പിച്ചു. വിജയികൾക്കായി 65,000 രൂപയുടെ ക്യാഷ് പ്രൈസുകളും പ്രശസ്തി പത്രവും പ്രിൻസിപ്പൽ ഡോക്ടർ സജി CB, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ C സുനിത എന്നിവർ വിതരണം ചെയ്തു. പ്രാധാന്യമുള്ള വിവിധ മേഖലകൾ പര്യവേഷണം ചെയ്യാൻ കഴിവുള്ള മത്സരാർത്ഥികളുടെ പ്രകടനം ഉന്നത നിലവാരം പൂർത്തിയായതായി പ്രോഗ്രാം കൺവീനർമാരായ ഡോക്ടർ നിഷ, ദിവ്യ ഉണ്ണി, മനു PR, റിയ എന്നിവർ അറിയിച്ചു. CCTV ന്യൂസ് വേലൂർ. കുന്നംകുളം വടുതല ഗവൺമെന്റ് UP സ്കൂളിന്റെ 100ാം വാർഷികത്തിൽ വിദ്യാലയത്തിന്റെ പൊതുസമ്മാനവുമായി പുതിയ കെട്ടിടം AC മൊയ്തീൻ MLA നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷയായി. നടൻ VK ശ്രീരാമൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ നിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, PTA ഭാരവാഹികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2019-2020 വർഷത്തെ വാർഷിക പദ്ധതിയിൽ നിന്ന് 1 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം പണിതുയർത്തിയത്. 5 ക്ലാസ് മുറികളും വരാന്തയും അടങ്ങുന്ന കെട്ടിടം 300 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് കെട്ടിടം വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. 1998 നിർമ്മിച്ച സ്കൂൾ കെട്ടിടം പ്രളയത്തെ തുടർന്ന് ശോചനീയാവസ്ഥയിലായിരുന്നു. തുടർന്നാണ് വിദ്യാലയത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ അനുമതി ലഭിച്ചത്. AC മൊയ്തീൻ MLAയുടെ ശ്രമഫലമായിട്ടാണ് ഫണ്ട് ലഭ്യമായത്. വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ LP UP ക്ലാസുകളിലായി 400ഓളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. വാർത്തകൾ തുടർന്നു. ചെറുവത്താനി ആറാട്ടുകാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മകരവിളക്ക് തിങ്കളാഴ്ച വിപുലമായി ആഘോഷിക്കും. തിങ്കളാഴ്ച പുലർച്ചെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള നിവേദ്യങ്ങൾ, അഭിഷേകങ്ങൾ എന്നിവ ഉണ്ടാകും. തുടർന്ന് നെയ്യഭിഷേകവും നടത്തും. വൈകിട്ട് കേളി, ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവ നടത്തും. തുടർന്ന് അതിവിശിഷ്ടമായ പൂമൂടൽ ചടങ്ങുണ്ടാകും. സമൂഹ ഹരിവരാസന ആലാപനത്തോടെ ചടങ്ങുകൾ പൂർത്തിയാകും. ക്ഷേത്ര മേൽശാന്തി MM മനീഷ് മുഖ്യ കാർമ്മികനാകും. വേലൂർ വെങ്ങലശ്ശേരി ചേർന്തല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി.
വെള്ളിയാഴ്ച വൈകിട്ട് ഉത്സവത്തിന് കൊടി കയറുന്നതോടെയാണ് ഈ വർഷത്തെ ഉത്സവത്തിന് തുടക്കമായത്. രണ്ടാം ഉത്സവവിളക്ക് ദിവസമായ ശനിയാഴ്ച രാവിലെ 5:30 മുതൽ 11 മണിവരെ ഉത്സവ ചടങ്ങുകളായ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, ശീവേലി എഴുന്നള്ളിപ്പ്, മേളം, മുളപൂജ, നടക്കൽപ്പറ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി, തുടർന്ന് അന്നദാനവുമുണ്ടാകും. തിങ്കളാഴ്ച രാവിലെ ആലത്തൂർ ശ്രുതി സുകുമാരൻ അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും ഡോക്ടർ കെ അരവിന്ദാക്ഷന്റെ ആധ്യാത്മിക പ്രഭാഷണവും, വൈകിട്ട് 6:30 കാളിദാസ് എടക്കുളം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയും, 7 പല്ലശന രതീഷ് കുമാർ അവതരിപ്പിക്കുന്ന തായമ്പകയും അരങ്ങേറും. 5ാം വിളക്ക് ദിവസമായ വ്യാഴാഴ്ച അതിപ്രധാനമായ 1000 കുടം അഭിഷേകം, 9 മണിക്ക് സതീഷ് കുമാർ അവതരിപ്പിക്കുന്ന വയലിൻ ഡ്യുവറ്റ്, തുടർന്ന് തൃശൂർ ബ്രഹ്മശ്രീ തത്തനപ്പള്ളി കൃഷ്ണയ്യർ ആധ്യാത്മിക പ്രഭാഷണം നടത്തും. വൈകിട്ട് സർപ്പക്കാവിൽ സർപ്പബലിയും പ്രദേശത്തെ വിവിധ സംഘങ്ങൾ അവതരിപ്പിക്കുന്ന കൈക്കൊട്ടിക്കളിയും അരങ്ങേറും. ആറാട്ട് ദിനമായ ബുധനാഴ്ച ആറാട്ടിനെഴുന്നള്ളൽ, പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളൽ, ചതുശതം, 25 കലശം, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കീഴ്മണ്ഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. സർപ്പബലിയും ക്ഷേത്രത്തിൽ വിശേഷാൽ സർപ്പപൂജയ്ക്കും ബ്രഹ്മശ്രീ പാതിരാകുന്നരുദ്രൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. സിസിടിവി ന്യൂസ്, വേലൂർ. കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അനുമോദന യോഗം നടന്നു. ഉപജില്ലാ, ജില്ലാ, സംസ്ഥാന സ്കൂൾ കലാകായിക ശാസ്ത്രോത്സവ നേട്ടങ്ങൾ സ്വന്തമാക്കിയ കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. യോഗം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തബല, ട്രിപ്പിൾ ജാസ് എന്നിവയിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയ KV കാശിനാഥ്, തായ്ക്കോണ്ടോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ബാസില, സംസ്ഥാന കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ദിൽബർ ഷഹീം എന്നിവർക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. വാർഡ് മെമ്പർ ഫഹിയ, PTA പ്രസിഡന്റ് നൌഫൽ കൊച്ചനൂർ, PTA കമ്മിറ്റി അംഗം ബിജു കണ്ടംപുള്ളി, സീനിയർ അധ്യാപകൻ ഡോക്ടർ KC ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് CA അനിത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി CC ഗീവർഗീസ് നന്ദിയും പറഞ്ഞു. വെള്ളാട്ടിഞ്ഞൂർ സജിത്ത് ഗുരുക്കൾ പ്രഥമ സ്മാരക പുരസ്കാരം പ്രശസ്ത ഹസ്ത്യായുർവേദ പണ്ഡിതൻ നാഗേരി വാസുദേവൻ നമ്പൂതിരിക്ക് നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കളരിബോധശാസ്ത്രത്തിനും പാരമ്പര്യ വൈദ്യമേഖലയ്ക്കും ആനചികിത്സാ രംഗത്തും പ്രായോഗിക ചികിത്സാശാസ്ത്രത്തിനും പരമ്പരാഗത ലക്ഷണശാസ്ത്രത്തിനും റേക്കി ചികിത്സയ്ക്കും വലിയ സംഭാവന നൽകിയ വ്യക്തിയാണ് PC സജിത്ത് ഗുരുക്കൾ. അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പൗരസമിതിയാണ് പുരസ്കാരം നൽകുന്നത്. പ്രശസ്ത ശില്പി രാജൻ കായൽപുരയിലിനും ചടങ്ങിൽ പുരസ്കാരം നൽകും. സുജിത്ത് അദ്ദേഹം ഏറ്റവും നാടിനും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ഒരു കുട്ടിയെ പോലും, ഒരു പല്ലില്ലാത്ത അമ്മമ്മ പോലും അദ്ദേഹം ഒരിക്കലും നോക്കാതെ സംസാരിക്കാതെ പോവില്ല, എപ്പോഴും ചിരിക്കുന്ന സ്വഭാവമായിരുന്നു. ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് അദ്ദേഹം പോയതിൽ. പിന്നെ നിങ്ങളെല്ലാവരും ഈ യോഗത്തിൽ, അനുസ്മരണ യോഗത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ജനുവരി 13 ശനിയാഴ്ച വൈകിട്ട് 5:30 വെള്ളാറ്റഞ്ഞൂർ വാർഡ് വികസന സമിതി ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരവും പ്രശസ്തി പത്രവും സമർപ്പിക്കും. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ കൈമൾ പുരസ്കാര സമർപ്പണം നടത്തും. പഞ്ചായത്ത് അംഗം PN അനിൽ അധ്യക്ഷനാകും. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും സാമൂഹിക മാധ്യമ പ്രവർത്തകരും പങ്കെടുക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കുര്യാക്കോസ് പുറത്തൂർ, കൺവീനർ ശങ്കരനാരായണൻ നായർ, കോർഡിനേറ്റർമാരായ ജയചന്ദ്രൻ തയ്യൂർ, MGS നായർ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കേരളത്തിൽ നടക്കുന്നത് ഭരണകൂട ഭീകരതയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടലത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഭരണകൂട ഭീകരതയാണ് കേരളത്തിൽ നടക്കുന്നത്. പിണറായി വിജയന്റെ കളിപ്പാവകളായി പോലീസ് മാറി. ഇത്തരം ഫാസിസ്റ്റ് നടപടികൾ കൊണ്ടൊന്നും കോൺഗ്രസിനെ സമരങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കില്ലെന്നും സോയ വ്യക്തമാക്കി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ V വേണുഗോപാൽ, PK രാജൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ചാക്കോ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ റൂബി ഫ്രാൻസിസ്, മീര ജോസ്, മണ്ഡലം പ്രസിഡന്റുമാരായ ആൻഡോ ലിജോ, BV ജോയ്, MM ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് AT ആൻഡോ, പഞ്ചായത്ത് അംഗങ്ങളായ ജെറോം ബാബു, ജോസഫ് ബെന്നി, സുനിത രാജു, TK സുബ്രഹ്മണ്യൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പ്രസാദ് വാഗ, PV കുട്ടപ്പൻ, മുബാറക് കേച്ചേരി, സുനിൽ സുഷാശ്രീ എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ശാസ്ത്ര സമേതം സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണ കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ നിർവഹിച്ചു.
നേട്ടം കൈവരിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഉത്തമനായ ഒരു പൗരനെ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ 2021-22 അധ്യയന വർഷം മുതൽ ഈ സമേതം എന്ന പദ്ധതിക്ക് തൃശ്ശൂർ ജില്ലയിൽ ആരംഭം കുറിച്ചത്. അത് ഈ 1020 സ്കൂളുകളിൽ ഒരു ചെറിയ ഒരു 4-5 സെന്റ് സ്ഥലത്തെങ്കിലും ഒരു വനം സൃഷ്ടിക്കുക എന്നതാണ്. അപ്പോൾ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് വനം സൃഷ്ടിച്ച പ്രതീതി തൃശ്ശൂർ ജില്ലയിൽ. പ്രിൻസിപ്പാൾ ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ KR രവീന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ്, മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ഷീല ചാക്കോ, മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ സയൻസ് കൺവീനർ P അജിത റോയ്, ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ സയൻസ് കൺവീനർ ദീപ ജോസ്, കോളേജ് യൂണിയൻ ചെയർമാൻ RI ഇജാസ്, ശാസ്ത്രസമേതം കോർഡിനേറ്റർ ശ്രീകൃഷ്ണ കോളേജ് അധ്യാപിക ഡോക്ടർ TD ശ്രീജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ സുവോളജി വിഭാഗം തലവൻ ഡോക്ടർ PP സന്തോഷ് വിഷയാവതരണം നടത്തി. സമാപന ചടങ്ങ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. സയൻസ് ഫോറം ഫാക്കൽറ്റി പ്രതിനിധി CR കൃഷ്ണപ്രിയ, വിദ്യാർത്ഥി പ്രതിനിധി NJ ജഗൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് മുല്ലശ്ശേരി ഉപജില്ലാ ശാസ്ത്രമേളകളിൽ വിജയികളായ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ശാസ്ത്ര സമേതത്തിൽ ഉന്നത ശാസ്ത്ര ഗവേഷണ ലാബ് സന്ദർശനം, ശാസ്ത്ര ക്ലാസുകൾ എന്നീ പരിപാടികൾ നടന്നു. ചടങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. CCTV ന്യൂസ്, കേച്ചേരി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടൽ തന്നെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വേലൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പോസ്റ്റ് ഓഫീസ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം DCC ജനറൽ സെക്രട്ടറി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ യേശുദാസ്, PP കബീർ, NK ഗോപാലകൃഷ്ണൻ, സ്വപ്ന രാമേന്ദ്രൻ, അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ, വിനയകുമാർ, MK ജോസ്, വിശ്വംഭരൻ കടവല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും തിരുനാളാണ് 2 ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 5:30 ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ വിൽസൺ പിടിയത്ത് കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടക്കും. തുടർന്ന് കൂടുതുറക്കൽ ശുശ്രൂഷ, പ്രസിദ്ധേന്തി വാഴ്ച, അടിമ സമർപ്പണം എന്നിവയുണ്ടാകും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:15 ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. RV പുരം വിയാനി ഭവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ലിയോ പുത്തൂർ മുഖ്യ കാർമ്മികനാകും. നടത്തറ വികാരി ഫാദർ ജോജു പുറത്തൂർ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ സിജേഷ് വാതുക്കാടൻ സഹകാർമ്മികനാകും. കുടുംബ കൂട്ടായ്മകളിലേക്ക് വെഞ്ചരിച്ച് നൽകിയ അമ്പ്, വള എന്നിവയുടെ എഴുന്നള്ളിപ്പുകൾ രാത്രി 11 മണി മുതൽ ദേവാലയ അങ്കണത്തിലേക്ക് വാദ്യങ്ങളുടെ അകമ്പടിയോടെ എത്തി സമാപിക്കും. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6 ദിവ്യബലിയും ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നിരുന്നു. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ തോമസ് വടക്കേത്തല, കൈക്കാരന്മാരായ വിൻസൻ കാഞ്ഞിരത്തിങ്കൽ, ലിൻഡോ വടക്കൻ, ഡെന്നിസ് ടി ഡേവിസ് എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ലിം തൃശൂർ ക്യാമ്പയിന്റെ ഭാഗമായി വനിതകൾക്ക് യോഗ പരിശീലനം ആരംഭിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷക്കീല ഷമീർ, നിവ്യ റനീഷ്, NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, അഡ്വക്കേറ്റ് PV നിവാസ്, ശരത് രാമനുണ്ണി, രമ ബാബു, സെബിന റിറ്റോ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N രാഗി, CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, യോഗ അധ്യാപകർ തുടങ്ങിയവർ സംബന്ധിച്ചു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വനിതകൾക്കായുള്ള യോഗ പരിശീലന ക്യാമ്പുകൾ ആരംഭിക്കും. 1 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. വാഗ കാർത്തിയാനി ക്ഷേത്രത്തിലെ കാർത്തിക ഉത്സവ ചടങ്ങുകൾക്ക് ഞായറാഴ്ച തുടക്കമാകും. ഭഗവതിക്ക് കലശം, നവകം, പഞ്ചഗവ്യം, നിറമാല, ചുറ്റുവിളക്ക് തുടങ്ങിയ താന്ത്രിക ചടങ്ങോടുകൂടിയാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുക. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി മംഗലത്ത് മനയിൽ അനിൽ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. 16-ാം തീയതി മുതൽ പ്രാദേശിക കലാപരിപാടികൾ, ഗാനമേള, നാടകം തുടങ്ങിയവ ഉണ്ടാകും. 20-ന് കാർത്തിക ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, പ്രമുഖ മേള പ്രമാണിമാർ പങ്കെടുക്കുന്ന നടപ്പുര, പഞ്ചവാദ്യം, മേളം എന്നിവ നടക്കും. 13-ാം തീയതി മുതൽ 19-ാം തീയതി വരെ യജ്ഞാചാര്യൻ വാസുദേവൻ വാളേരി, സഹാചാര്യ സനില വാസുദേവൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഭാഗവത സപ്താഹ യജ്ഞമുണ്ടാകും. ഭാഗവത സപ്താഹ ചടങ്ങ് നടക്കുന്ന ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ 3 നേരം ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ട് ഉണ്ടാകും.
വേലൂർ പഞ്ചായത്ത് തല സംയോജിത കൃഷിയുടെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷേർലി ദിലീപ് കുമാർ, മെമ്പർമാരായ വിമല നാരായണൻ, ബിന്ദു ശർമ്മ, ആരിഫ സാബിർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചിറ്റിലപ്പള്ളി മണികണ്ഠന്റെ കൃഷിയിടത്തിലാണ് പച്ചക്കറി കൃഷി സജ്ജമാക്കിയിരിക്കുന്നത്. വീണ്ടും വാർത്തകളിലേക്ക്. ചെണ്ടമാള പരിശീലനം പൂർത്തിയാക്കിയ പഴഞ്ഞി ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. വാദ്യകലാധ്യാപകനായ ഭാസ്കരന്റെ ശിക്ഷണത്തിൽ 10 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് വിദ്യാർത്ഥികൾ അരങ്ങേറ്റം നടത്തിയത്. സ്കൂൾ അങ്കണത്തിൽ വിദ്യാർത്ഥികൾ പഞ്ചാരിമേളം കൊട്ടിക്കൊണ്ട് നടത്തിയ അരങ്ങേറ്റത്തിന് ഗുരുവായ ഭാസ്കരന്റെ നേതൃത്വത്തിലുള്ള വാദ്യകലാകാരന്മാർ പിന്തുണ നൽകി. PTA പ്രസിഡന്റ് അലി കോട്ടോലന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ നിർവഹിച്ചു. പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി, ഹെഡ് മിസ്റ്റർസ് മേഴ്സി മാത്യു, അധ്യാപകരായ മെഹറിൻ ജോസ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സാബു ഐനൂർ, പീത എന്നിവർ സംസാരിച്ചു. വാദ്യകലാധ്യാപകൻ ഭാസ്കരന് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. എടക്കഴിയൂർ CD സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും ഹയർ സെക്കൻഡറി സിൽവർ ജൂബിലി ആഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ് നൽകി. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷവും പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ RP മുഹമ്മദ് അബ്ദുൽ ബഷീർ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം സാലു കൂറ്റനാട് മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ AC ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മാനേജർ അബ്ദുൽ ഹക്കീം വിരമിക്കുന്ന അധ്യാപകരുടെയും ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ +2 സിൽവർ ജൂബിലി ഉദ്ഘാടനം നിർവഹിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രാരംഭകാലം മുതൽ പ്രവർത്തിച്ച അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ V സജിത്ത് സ്വാഗതവും VHS പ്രിൻസിപ്പൽ ഷീൻസി ജോൺ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിപണി. സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മിഴിവേകാൻ ആഭരണങ്ങളുടെ കമനീയ കലവറയായി അമ്മൂസ് ഫാഷൻ ജുവൽസ് എന്ന സ്ഥാപനം ഗുരുവായൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കിഴക്കേ നടയിൽ ഇന്നർ റിംഗ് റോഡിൽ ബ്രഹ്മപുത്ര ബിൽഡിംഗിലെ താഴത്തെ നിലയിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി കക്കാട് കിരൺ ആനന്ദ് നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഏതുതരം ആഭരണങ്ങളുടെയും മികച്ച ശേഖരമാണ് അമ്മൂസ് ജുവൽസിൽ ഒരുക്കിയിരിക്കുന്നത്. ഉപഭോക്താക്കൾ കൊണ്ടുവരുന്ന ആഭരണങ്ങളുടെ അതേ മാതൃകയിൽ 1 ഗ്രാമിൽ പൊതിഞ്ഞ തങ്കാഭരണം 2 ദിവസത്തിനുള്ളിൽ നിർമ്മിച്ചു നൽകാനുള്ള സൗകര്യം ഒരുക്കിയതായി സ്ഥാപന ഉടമ പ്രണവ് ഗുരുവായൂർ പറഞ്ഞു. മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള 1 ഗ്രാം ആഭരണങ്ങളും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും ഫാൻസി ആഭരണങ്ങളും ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. സ്ഥാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 9048832266 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വടക്കേക്കാട് പഞ്ചായത്തിൽ അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകളും ഫ്ലക്സുകളും ഹോർഡിംഗ്സുകളും നീക്കം ചെയ്യാൻ പഞ്ചായത്ത് സെക്രട്ടറി നിർദ്ദേശം നൽകി. 14-ാം തീയതിക്കകം മാറ്റണമെന്നാണ് നിർദ്ദേശം. നീക്കം ചെയ്യാത്ത പക്ഷം പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ച് പിഴ ചുമത്തുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5745 രൂപ, സ്വർണം പവന് 45,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 78 രൂപ. കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ മണലി വെളപ്പയിൽ വിജയൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സരസ്വതിയാണ് ഭാര്യ. വിജീഷ്, വിജിത എന്നിവർ മക്കളാണ്. വിജയൻ മണലിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റി യോഗം ചേർന്നു. സൊസൈറ്റി പ്രസിഡന്റ് നസീർ കേച്ചേരി, ഓഫീസ് സെക്രട്ടറി പത്മജ ബാലകൃഷ്ണൻ, ട്രഷറർ സീത കുമാരൻ, വൈസ് പ്രസിഡന്റ് സന്ധ്യ എന്നിവർ സംസാരിച്ചു.
കടങ്ങോട് കിഴക്കുമുറി ആശാരിമുക്കിൽ കൊട്ടേക്കാട്ടിൽ സലാം ഭാര്യ നബീസ നിര്യാതയായി. 59 വയസ്സായിരുന്നു. കബറടക്കം കടങ്ങോട് മൂനുദ്ദീൻ ജുമാ മസ്ജിദ് കബറടത്തിൽ നടത്തി. സെഫീന, സൽമ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ കാരക്കാട് സഭയിൽ പറമ്പിൽ തീയത്തടിയിൽ ചിന്നു അമ്മ നിര്യാതയായി. 89 വയസ്സായിരുന്നു. പരാതനായ ചിറ്റാടെ ബാലൻ നായർ ഭർത്താവാണ്. ശിവദാസൻ മകനാണ്. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ശ്മശാനത്തിൽ നടന്നു. ആളൂർ അറങ്ങാശ്ശേരി കൊച്ചു തോമ മകൻ ജേക്കബ് എന്ന യാക്കോബ് നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം ആളൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ഗുരുവായൂർ പേരകം വന്നേരി പറമ്പിൽ തറയിൽ ശ്രീനിവാസ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ദാക്ഷായണി ഭാര്യയാണ്. സുരേഷ്, ഉഷ, നിഷ, ജിഷ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിൽ നിന്ന് 15 ലക്ഷത്തോളം രൂപ കവർന്ന സംഭവം. INTUC യൂണിയൻ തൊഴിലാളിയായ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളറക്കാട് കൈക്കുളങ്ങര വീട്ടിൽ 42 വയസ്സുള്ള നൂറുദ്ദീനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ എന്നതുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ശക്തമായ കാറ്റിൽ വ്യാപക നാശം. ഗുരുവായൂരിൽ കാറ്റിൽ തെങ്ങ് വീണ് ഗേറ്റ് തകർന്നു. ഇരുവപ്പട്ടി പഴവൂർ റോഡിൽ തെങ്ങ് വീണ ഗതാഗതം മണിക്കൂറോളം തടസ്സപ്പെട്ടു. കടങ്ങോട് പള്ളിമേപ്പുറം സക്കീർ ഹുസൈൻ റോഡിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. ഗുരുവായൂരിലെ നവജീവനം സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം മാതൃകാപരവും ആതുര സേവന രംഗത്തിന് വഴികാട്ടിയുമെന്ന് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ. നവജീവനം ഡയാലിസിസ് കേന്ദ്രത്തിന്റെ 1ാം വാർഷികാഘോഷം കളക്ടർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in. നമസ്കാരം. വൈശ്ശേരി പറവളപ്പിൽ ജോസ് ഭാര്യ മേരി കെ ഇട്ടൂപ്പിന്റെ 1ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.